ഇവിടെ നല്ലൊരു സ്കോപ്പ് ഉണ്ട്, ഒരു കച്ചവടത്തിന് സ്കോപ്പ് ഉണ്ട് എന്ന് നമുക്ക് അങ്ങ് തോന്നാം. ആരെ പറഞ്ഞു? ഞാൻ തന്നെ പറഞ്ഞു. അത് 1 വർഷം എവിടെ എത്തണം, 2 വർഷം കൊണ്ട് എവിടെ എത്തണം, 5 വർഷം കൊണ്ട് എവിടെ എത്തണം എന്നുള്ള കൃത്യമായ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാവുന്നതോടൊപ്പം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബി അജ്മഈൻ അമ്മാബാദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ പ്രേക്ഷകരെ വളരെ സ്നേഹത്തോടു കൂടി നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. സ്നേഹക്കൂടിൻ്റെ ഓരോ എപ്പിസോഡുകളിലും നിങ്ങളുടെ നല്ല നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും അത് ലഭിക്കാറുണ്ട്. പല വിഷയങ്ങളും നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നതിൽ അതിനൊക്കെ കാരണമായി തീരാറുണ്ടെന്നുള്ളതാണ്. ഇന്ന് ഈ ഒരു ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കുചേരുന്ന ബഹുമാനനായ സാറാണ്. നിങ്ങൾക്കാർക്കും പരിചയപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യമില്ല, അദ്ദേഹം അത്രയും സുപരിചിതനാണ് നമുക്ക്. എന്തായിരുന്നാലും ഇന്നും നമ്മളോടൊപ്പം അദ്ദേഹം പങ്കുചേരുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യണം. അസ്സലാമു അലൈക്കും. സാർ, ഇങ്ങനെ എല്ലാ ദിവസവും രാവിലെ സ്കൂളിലേക്ക് പോകുന്നു, വൈകുന്നേരം തിരിച്ചു വരുന്നു, റോഡിലൂടെ പല കാഴ്ചകൾ നമ്മൾ കാണുന്നു, പല മുഖങ്ങൾ സ്ഥിര പരിചയം, ആരാണെന്ന് പോലും നമുക്കറിയില്ല. പക്ഷേ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് ഓണടിക്കുകയോ അല്ലെങ്കിൽ കൈ കൊണ്ടൊന്ന് വിഷയമൊക്കെ ചെയ്തിട്ട് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ റോട്ടിൽ നിരന്തരം ഇപ്പോൾ ഒരേ റൂട്ടിലാണ് ഞാൻ ഒരു കഴിഞ്ഞ 10-16 വർഷക്കാലമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ റൂട്ടിൽ ഒരുപാട് നമുക്കൊരിക്കലും അറിയാത്ത ആളുകൾ, എന്നാൽ മുഖപരിചയമുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ അടുത്തൊരു 2-3 വർഷമായിട്ട് കാണുന്നൊരു കാഴ്ച, അത് നമ്മളൊരു സ്നേഹക്കൂടിൽ ചർച്ചയ്ക്ക് എടുത്താൽ നന്നാവുമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്. റോഡിൽ ഒരു ദിവസം ഒരു സൈഡിൽ എന്തെങ്കിലും കുറച്ച് 4-5 കാലുകൾ വരുന്നു, ഒരാഴ്ച കൊണ്ട് അവിടെ ഒരു ഷോപ്പ് ആരംഭിക്കുന്നു, ഒരു ഈവനിങ് കഫേ. അങ്ങനെ ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ നീണ്ടിരിക്കും, ചിലത് 2 ആഴ്ച ഉണ്ടാവും, ചിലത് 1 മാസം ഉണ്ടാവും, ചില മാസങ്ങളുണ്ടാവും. ഞാനും മോളും ഇപ്പോൾ അവളും എൻ്റെ കൂടെ തന്നെയാണ് സ്ഥിരമായിട്ട് പോയിരുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ കഴിഞ്ഞ ഒരാഴ്ചയിൽ ഇങ്ങനെ ചർച്ച ചെയ്ത ഒരു കാര്യമാണിത്. ഇപ്പോൾ എത്ര ഷോപ്പുകളാണ് വരുന്നത്, എത്ര ഷോപ്പുകളാണ് പൂട്ടിപ്പോകുന്നത്, ഇവർക്കൊന്നും വേറെ പണിയില്ലേ എന്ന് മോള് ചോദിച്ചൊരു സംഭവം. അപ്പോൾ ആ ഒരു കാര്യം അല്ലേ, ഈവനിങ് കഫേകൾ ഒരുപാട്, ഈവനിങ് കഫേകൾ മാത്രമല്ല പല ഷോപ്പുകൾ നമ്മൾ ഓരോ ടൗണിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞൊരു 10 വർഷത്തിനിടയിൽ എത്ര ഷോപ്പുകൾ ആരംഭിച്ചു, എത്ര ഷോപ്പുകൾ അടച്ചു എന്നൊരു ചർച്ചയ്ക്ക് എടുക്കുകയാണെങ്കിൽ അതൊരു വലിയ ഗവേഷണം നടത്താൻ മാത്രമുള്ള ഒരു വിഷയം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഈ സംരംഭകരാവുക, ഒരു ബിസിനസ് ആരംഭിക്കുക എന്നൊക്കെ പറയണത് കൂണുപോലെ പൊട്ടിമുളച്ച് വന്നിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല എന്നുള്ളതാണ്. നമ്മുടെ സമൂഹത്തിന് അതിനെക്കുറിച്ചൊന്ന് ബോധവൽക്കരിക്കേണ്ട കാലം അതിക്രമിച്ചിട്ടില്ലേ? തീർച്ചയായിട്ടും നിങ്ങൾ ചോദിച്ച ഈ ഒരു ചോദ്യം എൻ്റെ മനസ്സിനെയും വല്ലാതെ ആകുലപ്പെടുത്തിയിട്ടുണ്ട്. അതായത് സാധാരണ നാട്ടിൽ പറയുന്നൊരു വാക്കുണ്ട്, തുടങ്ങി കുടുങ്ങി. ഈ തുടങ്ങി കുടുങ്ങുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വേണ്ടത്ര ഒരു കൂടിയാലോചന അല്ലെങ്കിൽ ഒരു ആസൂത്രണം ഇല്ലാത്തത് കൊണ്ടാണ്. ഏതൊരു സംരംഭം തുടങ്ങരുത് എന്നൊന്നും നമ്മൾ പറയാനുള്ള അധികാരമില്ല. കാരണം ഓരോരുത്തരും അവരുടെ ഉപജീവനത്തിന് വേണ്ടി, മഴീഷത്തിന് വേണ്ടിയിട്ട് ഇടങ്ങറായിട്ട് തുടങ്ങുകയാണ്. എന്നാൽ ഈ തുടങ്ങുന്ന ആളുകൾക്ക് അവരുടെ പണം നഷ്ടപ്പെടാതിരിക്കാൻ, അതുപോലെ തന്നെ അവർക്ക് മനസ്സമാധാനം കിട്ടാൻ, ഇതൊക്കെയാണ് നമ്മൾ സ്നേഹക്കൂട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സംരംഭകർ നമ്മളുടെ ഇടയിലൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ സംസാരം കേൾക്കുന്ന സമയവും അവിടെ ഒരാലോചന നടന്നുകൊണ്ടിരിക്കുകയാവും. ഞാനിപ്പോൾ പെരിന്തൽമണ്ണയിലേക്ക് പുളിക്കൽ നിന്ന് യാത്ര തിരിക്കുമ്പോൾ പുതിയ സംരംഭങ്ങൾ ഇതുപോലെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഞാൻ കണ്ടു, കാരണം നമ്മളൊക്കെ നിരീക്ഷകരായതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സംരംഭം നമ്മൾ തുടങ്ങുമ്പോൾ അടിസ്ഥാനപരമായി നമുക്കുണ്ടാവേണ്ട ചില ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങൾ എന്ത് എന്ന് ചർച്ച ചെയ്യുന്നത് ഏറെ പ്രധാനമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഏതൊരു കാര്യത്തിനും വ്യക്തമായൊരു പ്ലാൻ വേണമെന്നുള്ളതാണ്. ഒരു ആക്ഷൻ പ്ലാൻ ഇല്ലാതെ പെട്ടെന്ന് തുടങ്ങേണ്ട ഒരു കാര്യമല്ല നമ്മുടെ നാട്ടിലെ ഏതൊരു ബിസിനസ്സും. ഇപ്പോൾ വിവാഹത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പലപ്പോഴും പറയാറുള്ള കാര്യം, വിവാഹത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചുള്ള വ്യക്തമായ അവബോധം നമ്മുടെ മക്കൾക്ക് നൽകാൻ നമുക്ക് സാധിച്ചെങ്കിലേ അവർക്ക് നല്ലൊരു ഭാസുരമായ വിവാഹ ജീവിതം ഉണ്ടാവും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു സംരംഭം തുടങ്ങുകയാണെങ്കിൽ, ഒരു ബിസിനസ് ആവട്ടെ, എന്തൊരു കാര്യമാവട്ടെ, അത് ആരംഭിക്കുന്നതിന് മുമ്പ് അവിടെ കുറച്ച് അത്യാവശ്യമായി നമ്മളൊക്കെ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടെന്നുള്ളതാണ്. ആ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തുറന്നു കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ അല്ലേ വീഴ്ചകളും തകർച്ചകളൊക്കെ, തകർച്ച ഇല്ലാതിരിക്കുന്നില്ല, സ്വാഭാവികമായിട്ടും വീഴ്ചകൾ ഉണ്ടാവാം, അതുപോലെ തന്നെ ലാഭം കൂടാം, നഷ്ടം ഉണ്ടാവും, അതൊക്കെ ബിസിനസ്സിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. എന്നാലും അതിൻ്റെ ആഘാതങ്ങൾ കുറക്കാനും അങ്ങനെ ഒരു പ്രശ്നം വരുന്ന ഒരു സാഹചര്യത്തിൽ അതെങ്ങനെ ഓവർകം ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളത്. സാർ, ആ ഒരു പ്ലാന് അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഓൺട്രപ്രണർഷിപ്പിനെ കുറിച്ച് വ്യക്തമായൊരു ധാരണ, അതിന് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്,
എന്തൊക്കെ ഒരു കാര്യങ്ങൾ ഒരു ചെയ്യണം? സംരംഭം നമ്മൾ തുടങ്ങുമ്പോൾ അത് ഏത് സംരംഭമാണെങ്കിലും ആദ്യമായി നമുക്ക് വേണ്ടത് ഒരു വിഷനാണ്, ഒരു കാഴ്ചപ്പാട്. അപ്പോൾ നമ്മുടെ രാജ്യം ഇപ്പോൾ ഈ അടുത്ത് നമ്മൾ കണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം, റോഡിൻ്റെ മേഖലയിലുണ്ടായ വികസനം. ദേശീയപാത 6 വരിപ്പാതയായി അല്ലേ, നമ്മൾ കണ്ടില്ലേ? ഈ 6 വരിപ്പാതയാവുന്നത് ഒരു ആക്സിഡൻ്റ് അല്ലല്ലോ. ആദ്യമായിട്ട് ആ ഒരു പ്രോജക്റ്റ് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള സർവേ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫിനാൻസ് എത്ര വരും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ വരുന്ന പ്രതിസന്ധികൾ എന്ത് ചർച്ച ചെയ്യപ്പെടും. എവറിത്തിങ് ഈസ് ഹൈലൈറ്റഡ്. അപ്പോൾ ഈ രൂപത്തിലുള്ള ഒരു ചർച്ച ഏതൊരു സംരംഭവും, ഇപ്പോൾ നമ്മൾ കാണുന്ന വലിയ ഹോസ്പിറ്റലുകൾ അല്ലേ, വലിയ ഹോസ്പിറ്റലുകൾ നമ്മുടെയൊക്കെ ചുറ്റുപാടുമുണ്ട്. ഇപ്പോൾ പെരിന്തൽമണ്ണ തന്നെ നോക്കുകയാണെങ്കിൽ ഒരു ഹോസ്പിറ്റൽ സിറ്റി എന്നുള്ള പേരിലാണ് പെരിന്തൽമണ്ണ അറിയപ്പെടുന്നത്. അതൊന്നും ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതേ അല്ല. കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്, ഒരു വിഷൻ അവർക്കുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മുടെ ആളുകൾ അത് 5 ലക്ഷത്തിൻ്റെയോ 10 ലക്ഷത്തിൻ്റെയോ ഒക്കെ സംരംഭങ്ങളാണെങ്കിൽ പോലും ഈ രൂപത്തിലുള്ള ഒരു വിഷനോട് കൂടിയല്ല തുടങ്ങുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ പ്രവാസികളായിട്ടുള്ള ഒരുപാട് സഹോദരങ്ങൾ, അവർ 10, 15, 20, 30 കൊല്ലമൊക്കെ ഗൾഫിൽ അധ്വാനിച്ച് ഉണ്ടാക്കിയ പൈസയാണ്. അത് വാല്യുബിളാണല്ലോ. ആ വാല്യുബിളായിട്ടുള്ള പണം നാട്ടിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവരെ ആരോ മിസ്ഗൈഡ് ചെയ്യാണ്. കാരണം ഇവിടുത്തെ കാലാവസ്ഥ എന്ത്, ഇവിടുത്തെ പൾസ് എന്തെന്ന് അവർക്കറിയില്ല. അറിയാതെ ആരോ പറഞ്ഞ വലയിൽ കുടുങ്ങിയിട്ട് അവരങ്ങോട്ട് ചിലവഴിക്കുകയാണ്. ചിലവഴിച്ച് കിട്ടിയ പൈസ എടുക്കുന്നു, വീണ്ടും കടം വാങ്ങുന്നു, ലോൺ എടുക്കുന്നു അല്ലേ. 5 ലക്ഷം അവൻ്റെ കയ്യിലുണ്ടാവുള്ളൂ. 5 ലക്ഷം അവന് കുടുംബത്തിൽ നിന്ന് സ്വർണ്ണമൊക്കെ കൂടി പണയം വെച്ചിട്ട് 5 ഉണ്ടാക്കും. പിന്നെ ഒരു 10 ലക്ഷം ലോൺ എടുക്കും. മൊത്തം എത്രയായി? 20 ലക്ഷം. ആകെ അവൻ്റെ കയ്യിലുള്ളത് 5 ലക്ഷം. 15 ലക്ഷം കടമായില്ലേ. ഈ കടം പിന്നെ അവനക്ക് വീട്ടാൻ പറ്റുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? അവൻ്റെ കയ്യിലുള്ള പണത്തിൻ്റെ ബേസിലല്ല അവനിതൊന്നും തുടങ്ങിയത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് അതിലൊരു വിഷൻ ഉണ്ടാവണം. വിഷൻ മാത്രം പോരാ, കാഴ്ചപ്പാടുണ്ടായാൽ മാത്രം പോരാ. അത് 1 വർഷം എവിടെ എത്തണം, 2 വർഷം കൊണ്ട് എവിടെ എത്തണം, 5 വർഷം കൊണ്ട് എവിടെ എത്തണം എന്നുള്ള കൃത്യമായ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാവുന്നതോടൊപ്പം അടങ്ങാത്ത ഒരു അഭിനിവേശം, പാഷൻ അതിനുണ്ടാവണം. ചില ആളുകൾ തുടക്കത്തിൽ നല്ല ആവേശം ഉണ്ടാവും അല്ലേ, ഏതൊരു സംരംഭവും. ഇപ്പോൾ ഷെയർ കൂടിയിട്ടൊക്കെ സംരംഭം തുടങ്ങുന്ന ഒരുപാട് സഹോദരങ്ങളുടെ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ആദ്യത്തിൽ നല്ല സജീവമായിട്ട് ഇറങ്ങും, പണിയൊക്കെ ഒരാളുടെ ചുമലിൽ നിൽക്കും. അവസാനം അയാൾ പറയും, എനിക്കിത് കൂടുതൽ എന്തോ കാട്ടിക്കോ. അപ്പം ആ തുടക്കത്തിലുള്ള ആവേശം നിലനിർത്താൻ പറ്റുന്ന രൂപത്തിലുള്ള ആവേശമാവണം. അപ്പോൾ 2 കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമതായിട്ടുണ്ടാവേണ്ടത് വിഷനാണ്, രണ്ടാമതായിട്ടുണ്ടാവേണ്ടത് പാഷനാണ്. പാഷൻ എന്ന് പറഞ്ഞാൽ അടങ്ങാത്ത ഒരു അഭിനിവേശം, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്ലുക്ക്. ഇത് വിജയിക്കും വിജയിക്കും വിജയിക്കും, പരാജയപ്പെടുന്നല്ല, വിജയിക്കും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയോട് കൂടി തന്നെയാണ് തുടങ്ങേണ്ടത്. പക്ഷേ വിജയിക്കുന്ന പ്രതീക്ഷ വെച്ച് ഇരുന്നാൽ പോരാ, അതിനുള്ള കൃത്യമായിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാന് കൂടിയാലോചനയിൽ കൂടി പരിചയസമ്പത്തുള്ള ആളുകളുമായിട്ട് സംസാരിച്ച് സർവേ നടത്തി പഠനം നടത്തി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പൊട്ടൂല. പൊട്ടുന്നത് എന്തുകൊണ്ടാണ്? ഒരാവേശ കമ്മിറ്റി ആയിട്ടാണ് അല്ലേ. ഇവിടെ നല്ലൊരു സ്കോപ്പ് ഉണ്ട്, ഒരു കച്ചവടത്തിന് സ്കോപ്പ് ഉണ്ടെന്ന് നമുക്ക് അങ്ങ് തോന്നാം. ആരെ പറഞ്ഞു? ഞാൻ തന്നെ പറഞ്ഞു അല്ലേ. അല്ലെങ്കിൽ ഒരാളവിടെ കച്ചവടം ഇട്ടിട്ട് അവിടെ ലാഭം കൊയ്യുന്നുണ്ടാവും. എനിക്കറിയാം. ഇപ്പോൾ എൻ്റെ നാട്ടിലേക്ക് ചേന്നമംഗലൂരിലേക്ക് പോകുന്ന ഒരു വഴിയുണ്ട്. അവിടെ 3 ഷോപ്പാണ് ഒന്നിച്ച് വന്നത്. ആദ്യം ഒരാളൊരു ഈവനിങ് കഫേ തുടങ്ങി, മാഷാ അല്ലാ നല്ല കച്ചവടമുണ്ട്. അപ്പം തന്നെ അടുത്ത് വേറൊന്ന് തുടങ്ങി, പിന്നെ 3ാമതും തുടങ്ങി. 3 ഒരേ ലൈനിലാണ്. അവിടെ ആലോചിക്കില്ല, ഇത് 3 ഒന്നിച്ചൊഞ്ഞ് ചിലപ്പോൾ പൂട്ടുക. ഞാൻ പറഞ്ഞുകൊണ്ട് പൂട്ടല്ല, ഞാൻ പറയുന്നത് ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് റിസ്ക് എടുക്കണം നമ്മൾ. അപ്പോൾ ഇത് പറയുമ്പോൾ എനിക്ക് പറയാനുള്ള ഒരു സംഗതി, ഞാൻ ഈ അടുത്ത് എൻ്റെ അയൽവാസിയായ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന് കുറേ മിനി ബസ്സൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഹൗസ് വാമിങ് ഈ അടുത്താണ് നടന്നത്. അപ്പോൾ ഹൗസ് വാമിങ്ങിന് അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല. എനിക്ക് അന്ന് വേറൊരു ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് ഞാൻ പോയില്ല. അടുത്ത ദിവസം ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിത കഥ എന്നോട് പറയാണ്. അപ്പോൾ ആദ്യം അദ്ദേഹം താമസിച്ചിരുന്ന വീട് അയാൾ വിറ്റു, തറവാട് വീട് വിറ്റു. എന്നിട്ടാണ് അദ്ദേഹം മിനി ബസ്
ആദ്യം അയാൾ വർക്ക് ചെയ്ത് മിനി ബസ്സിലെ ഒരു ക്ലീനറും കണ്ടക്ടറുമായിട്ടാണ്. അതെന്നോട് പറയാണ്, വർഷങ്ങളോളം ഞാൻ മിനി ബസ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരു ദിവസം പോലും ഞാൻ ലീവ് എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുണ്ടോ? ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ ഞാൻ ആദ്യം ഒരു ചെറിയ മിനി ബസ് വാങ്ങി, പിന്നെ അതിൽ നിന്ന് ലാഭം കിട്ടി അടുത്തത് വാങ്ങി. അതായത് അയാൾക്ക് കൂടുതൽ വിദ്യാഭ്യാസമൊന്നുമില്ല. വിദ്യാഭ്യാസമില്ലാത്ത ആ വ്യക്തി റിസ്ക് എടുക്കാൻ തയ്യാറായി എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉമ്മയും അദ്ദേഹത്തിൻ്റെ സിസ്റ്ററും സഹകരിച്ചു. അപ്പോൾ റിസ്ക് എടുക്കുമ്പോൾ സാധാരണ ഭാര്യമാരെന്താ പറയുക, നിങ്ങൾ വെറുതെ തുടങ്ങി കൊടുക്കാൻ നിൽക്കണ്ട, ആദ്യം തന്നെ നിരുത്സാഹപ്പെടും. റിസ്ക് എടുക്കാതെ ദുനിയാവിലൊന്നും വിജയിക്കില്ല. അപ്പോൾ അവിടെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഭർത്താവിനുണ്ടാകുമ്പോൾ അതിന് സപ്പോർട്ടീവായിട്ടാണ് ഫാമിലി വർക്ക് ചെയ്യേണ്ടത്. പക്ഷേ ഇയാൾ തുടങ്ങുന്ന സംരംഭം കൃത്യമായ കാഴ്ചപ്പാടോട് കൂടിയാണോ എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞ പോയിന്റിൽ റിസ്ക് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ റിസ്ക് ഫാക്ടർ ഇല്ലാത്ത ഒരു ബിസിനസ്സും ഇല്ല. അപ്പോൾ ഏതൊരു സംരംഭം നമ്മൾ തുടങ്ങുകയാണെങ്കിലും അവിടെ രണ്ടാമതായിട്ട് ഉണ്ടാവേണ്ട ഒരു മനസ്സ് റിസ്ക് എടുക്കാൻ തയ്യാറാവണം. കാരണം ആ കച്ചവടത്തിന് ഇറങ്ങുകയാണെങ്കിൽ 8, 9, 10 മണിക്കൂർ നമ്മളതിന് വർക്ക് ചെയ്യേണ്ടി വരും. ഈ അടുത്ത് ഞാനൊരു ഹോട്ടൽ സുഹൃത്തിനെ പരിചയപ്പെട്ടു. അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു പോയിൻ്റ് ഇതാണ്. അയാൾ പറഞ്ഞ പോയിൻ്റ്, ഞാൻ ഈ സംരംഭം തുടങ്ങിയപ്പം ഹോട്ടലിൻ്റെ ഈ ബിസിനസ് തുടങ്ങിയ സമയത്ത് എൻ്റെ പല പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റി വെച്ചിട്ടുണ്ട്. ഇന്ന് എനിക്ക് 4-5 സ്ഥാപനങ്ങൾ എനിക്കുണ്ട്. പക്ഷെ ആ സ്ഥാപനങ്ങൾ വെറുതെ ഉണ്ടായതല്ല, ഞാൻ ആ റിസ്ക് എടുക്കാൻ വേണ്ടി തയ്യാറായി എന്നുള്ളതാണ് എനിക്ക് ഈ സ്ഥാപനം ഉണ്ടാവാനുള്ള കാരണം. പല ആളുകളും എന്താണ്, ഒരു കംഫർട്ട് സോണിലിരിക്കും അല്ലേ, എന്നിട്ട് ഒക്കെ ഇങ്ങോട്ട് വന്നോളും. അപ്പോൾ അത് നഷ്ടമായിട്ട് ഭവിക്കുക. രണ്ടാമത്തെ സംഗതി, ഒരു ഭണ്ഡാരിപ്പണി എനിക്കറിയാം. പൊറാട്ട അല്ലാത്ത എല്ലാ സാധനവും ഞാൻ ഉണ്ടാക്കും. അപ്പോൾ ഒരു ദിവസം ഭണ്ഡാരി ലീവാണെങ്കിൽ അന്ന് ഞാൻ അവിടെ കയറും. പല സംരംഭങ്ങളും പരാജയപ്പെടാനുള്ള കാരണം എന്താ? ഭണ്ഡാരിപ്പണി കച്ചവടക്കാരനറിയില്ല. ഹോട്ടലവൻ കച്ചവടം തുടങ്ങുന്നുണ്ട്, പക്ഷെ ഓനക്കെന്തില്ല, ഭണ്ഡാരിപ്പണി അറിയില്ല. ഭണ്ഡാരി ലീവായിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം അവിടെ ഓഫാക്കേണ്ടി വരും ഷോപ്പ്. ഇതോടുകൂടി ആ ഷോപ്പ് എന്തായി, അവതാളത്തിലായി. അപ്പോൾ നമ്മൾ ഒരു സംരംഭം തുടങ്ങുമ്പോൾ അതിൻ്റെ ABCD നമുക്കറിയണം. ഒരിക്കൽ നമ്മുടെ തിരൂരങ്ങാടി ഉള്ള ഒരു ബുക്ക് സ്റ്റാൾ ഉണ്ടല്ലോ, നമുക്കൊക്കെ പരിചയമുള്ളതാണ്. അദ്ദേഹത്തെ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് ഈ സംരംഭം വിജയിപ്പിക്കാൻ സാധിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ പ്രസ്സിൽ ജീവനക്കാർ ചിലപ്പോൾ എന്തായി കൂട്ടായി ലീവ് എടുക്കുന്ന ദിവസം ഞാൻ എന്ത് ചെയ്യും, ആ പണി മുഴുവൻ എടുക്കും. അപ്പോൾ ഒരു തിരിച്ചു വരേണ്ടി വരും, കാരണം അവർക്ക് വേറെ ജോലിയില്ല. അപ്പോൾ ഏതൊരു ജോലിയും നമ്മൾ ചെയ്യാൻ തയ്യാറാവുക എന്നുള്ളത് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അവിടെ നമ്മൾ ഇസ്തിരിയിട്ട് കുത്തിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സംരംഭം പരാജയപ്പെടും ചെയ്യും. നമ്മൾ ഇന്ന് കാണുന്ന പല ബ്രാൻഡുകളും അല്ലേ, അങ്ങനെ തന്നെ നമുക്ക് പറയാം, പല ബ്രാൻഡുകളുടെ പിന്നിൽ ഒരുപാട് ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ക്ഷമയുടെയും അതുപോലെ തന്നെ റിസ്കിൻ്റെയൊക്കെ കഥകളുണ്ട് എന്നുള്ളതാണ്. ആരും ഒരു സുപ്രഭാതത്തിൽ നമ്മൾ ഈ കാണുന്ന വലിയ മേഖലയിലേക്ക് എത്തിച്ചവരല്ല എന്നുള്ളത്. ചെറിയ ഒരു സംരംഭത്തിൽ നിന്നും തുടങ്ങി അതിൻ്റെ ഏത് കാര്യങ്ങൾ ജീവിതത്തിലൂടെ മനസ്സിലാക്കി പഠിച്ചാണ് പലരും ഉയരങ്ങളിലേക്ക് എത്തിയതെന്നുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്ന ഒരു കാര്യം, അവരൊക്കെ 0-യിൽ നിന്നും ഒരു ഹീറോയിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ ഇന്ന് ഹീറോയിൽ നിന്നും 0-യിലേക്ക് എത്തുന്ന വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ആദ്യം നടത്തുന്നു. എന്നിട്ട് ഒട്ടും പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവസാനം അവിടെ ഉള്ള സാധന സാമഗ്രികൾ എങ്ങനെയെങ്കിലും വിറ്റ് പെറുക്കിയിട്ട് അതെങ്കിലും കിട്ടിയെങ്കിൽ എന്ന് വിചാരിച്ച് വലിയ നഷ്ടത്തിലേക്ക് എത്തിച്ചേരുന്ന സംരംഭങ്ങളും ബിസിനസ്സുകളാണ് നമ്മൾ കാണുന്നതെന്നുള്ളത്. അത് ഹോട്ടൽ മേഖലയിൽ മാത്രമല്ല, പല മറ്റു മേഖലയിലൊക്കെ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ അത് പ്രത്യേകിച്ച് സാർ ഇപ്പോഴത്തെ ഒരു കാലം എന്ന് പറയുമ്പോൾ നമ്മൾ സ്കൂളിലെ കുട്ടികളോടൊക്കെ വാട്ട് ഈസ് യുവർ ആംബിഷൻ എന്നുള്ളത് ചോദിച്ചു ചോദിക്കുകയാണെങ്കിൽ അവരൊക്കെ ഒരു ഭൂരിഭാഗം കുട്ടികളും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഒരുപാട് എൻജിനീയേഴ്സ്, ഡോക്ടേഴ്സ്, സയൻറ്റിസ്റ്റുകൾ, IAS, സിവിൽ സർവീസിൽ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇന്ന് ഒരു പകുതിയിലധികം കുട്ടികൾ, ഈവൻ പെൺകുട്ടികൾ വരെ അവരുടെ ഒരു ആംബിഷനായിട്ട് പറയുന്നത് ബിസിനസ്സാണ്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംരംഭകത്വമാണ്. ഒരു നല്ല ട്രെൻഡാണ്. അതെ, തീർച്ചയായിട്ടും. അതെ, ഞാൻ ഈ അടുത്ത് കൗൺസിലിങ്ങിന് ഒരു പയ്യൻ വന്നപ്പോൾ അവനെ മോട്ടിവേറ്റ് ചെയ്ത ഒരു സംഗതി, നിൻ്റെ അണ്ടറിൽ ഒരു 100 ആളുകൾ വർക്ക് ചെയ്യുന്നത് നീ ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. അതിനുള്ള ക്യാപ്പബിലിറ്റി തനിക്കുണ്ട്. അതായത് ടെക്കി ആയിട്ടുള്ള ഈ പയ്യന് അതിനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട്. അപ്പോൾ അവൻ
100 ആളുകൾക്ക് ജോലി കൊടുക്കണം എന്നുള്ള ഒരു ലക്ഷ്യബോധത്തോടു കൂടി ഒരു സംരംഭം തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഡ്രീം പ്രോജക്റ്റ് വിജയിക്കും. ഇപ്പോൾ പണ്ട് സർക്കാരിൻ്റെ ഒരുപാട് ജോലികളിൽ നമുക്ക് എൻഗേജ് ചെയ്യാമായിരുന്നു. ഇപ്പോൾ ഉള്ള സംവിധാനങ്ങളൊക്കെ നമുക്കറിയാലോ. അപ്പോൾ പുതിയ പുതിയ സംരംഭകത്വം അല്ലെങ്കിൽ സംരംഭങ്ങൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്, നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച്. കാരണം ഇന്ത്യയിൽ എത്ര വലിയ റിസോഴ്സുകളുണ്ട്. ആ റിസോഴ്സുകളെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു സാധ്യതകൾ നമ്മൾ പഠിക്കില്ല. നമ്മൾ ഈ ഇമിറ്റേഷൻ ഒഴിവാക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ അടുത്ത് ഞാൻ മഞ്ചേരി ഒരു അമുസ്ലിം സഹോദരി ഒരു ചെറിയൊരു ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഒരു വെജിറ്റേറിയൻ ഹോട്ടലാണ്. അപ്പോൾ അവർ ആ സംരംഭം തുടങ്ങാനുണ്ടായ കാരണം ഞാൻ അവരോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞാൽ അവർ ഗൂഡല്ലൂരാണ്. അപ്പോൾ ആ ഗൂഡല്ലൂർ അവരാദ്യം ഉണ്ടാക്കിയത് എന്താ വെച്ചാൽ ഈ ദോശയുടെ ഒക്കെ മാവ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് വിപണനം നടത്തുന്ന. പിന്നെ അവർക്ക് തോന്നി ഇതിനൊരു വേറൊരു ഔട്ട്ലെറ്റ് ഉണ്ടായാൽ എങ്ങനെ നന്നാവില്ലേ. അപ്പോൾ വേറെ ഒരു സ്ഥലത്ത്, അതിൻ്റെ മഞ്ചേരിക്കടുത്തുള്ള വേറൊരു സ്ഥലത്ത് പ്രൊഡക്ഷൻ സെൻറ്റർ ഉണ്ട്. ആദ്യം അവിടെ ഒരു യൂണിറ്റ് ഉണ്ടാക്കി. പിന്നെ അതിൻ്റെ ഒരു ബ്രാഞ്ചായിട്ട് രണ്ടാമത് മഞ്ചേരിയിൽ. ഇപ്പോൾ ആ ഷോപ്പ് കംപ്ലീറ്റ് മാനേജ് ചെയ്യുന്നത് ആ ലേഡിയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, വാട്ട് ഈസ് യുവർ ക്വാളിഫിക്കേഷൻ? അപ്പോൾ അവരെന്നോട് പറഞ്ഞു +2 ഓൺലി. ഒരു +2 യോഗ്യതയുള്ള ഒരു അമുസ്ലിം സഹോദരി ഒരു സംരംഭം വളരെ പ്രൊഫഷണലായിട്ട്, വളരെ വൃത്തിയോടുകൂടി, വളരെ മനോഹരമായിട്ട് അവരത് ചെയ്യുന്നുണ്ട്. ചെയ്യുന്ന സംരംഭം സൂപ്പർ ആവണം എന്നുള്ള ആ ഒരു പ്രൊഫഷണലിസം നമ്മൾക്കുണ്ടെങ്കിൽ, ആ റിസ്ക് എടുക്കാനുള്ള തയ്യാറെടുപ്പ് നമുക്കുണ്ടെങ്കിൽ, കാരണം ആ സഹോദരിയാണ് അവിടെ ഫുള്ള് മോണിറ്റർ ചെയ്യുന്നത്. ജീവനക്കാരൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും അവരുടെ ഒരു കയ്യൊപ്പുണ്ട്. നമ്മൾ സാധാരണ എന്താ ചെയ്യുക, ഒരാൾക്കിത് തുടങ്ങിയിട്ട് ഒരാളെ ഏൽപ്പിച്ചിട്ട് നമ്മളങ്ങോട്ട് പോകും. അതിൻ്റെ കണക്ക് പോലും മര്യാദക്ക് മോണിറ്റർ ചെയ്യില്ല. എന്നിട്ട് നഷ്ടത്തിൽ പൂട്ടുന്ന അവസ്ഥത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപങ്ങൾ ഉന്നയിക്കും. ഇതല്ല നമ്മളവിടെ ചെയ്യേണ്ടത്. ഒരു സംരംഭം നമ്മൾ തുടങ്ങുമ്പോൾ അതിൽ കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന്. കമ്മ്യൂണിക്കേഷൻ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഓരോ കസ്റ്റമറും ക്ലയൻറ്റും അവിടെ വരുമ്പോൾ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് ആ ഷോപ്പിൽ വരുമ്പോൾ സംതൃപ്തി ഉണ്ടോ എന്ന് ആ ഫേസ് അവർ റീഡ് ചെയ്യുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കസ്റ്റമർ അവിടെ വന്നിട്ട് ഇന്ന സാധനം അവിടെ ഇല്ല എന്ന് പറഞ്ഞ് പോകാനുള്ള ഒരു അവസരം ഉണ്ടാക്കുന്നില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം എനിക്കൊരു അനുഭവം ഉണ്ടായി. ഒരു ഹോട്ടലിൽ ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയ സമയത്ത് ഈ അവിടെയുള്ള ജോലിക്കാരെ അതിൻ്റെ ഉടമസ്ഥനെ അങ്ങനെ ഷൗട്ട് ചെയ്യുന്നുണ്ട്. ഷൗട്ട് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ ഇവിടെ സാധനങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് ജീവനക്കാരെന്ത് പറഞ്ഞു, അവർ ഏകദേശം ടയേർഡായപ്പോൾ ഇവിടെ ഫുഡില്ല എന്ന് പറഞ്ഞിട്ട് 2-3 കസ്റ്റമേഴ്സിനെ ഒരു പറഞ്ഞയച്ചു. ഇത് ഇയാൾക്ക് ഈ ഓണർക്ക് വലിയ വിഷമം ഉണ്ടാക്കി. കാരണം അവിടെ ഫുഡുണ്ട്, മനസ്സിലാവുണ്ടോ. അപ്പോൾ അവർക്ക് ക്ഷീണം ഉണ്ടെങ്കിൽ അവർ പോയി ഉറങ്ങുക എന്നുള്ളതല്ലാതെ അവിടെ ഫുഡില്ല എന്നുള്ള കളവ് അവർ പറയേണ്ടതില്ലല്ലോ. അതായത് ഇന്ന് ഒരു കച്ചവടമാവട്ടെ, ഏത് സംരംഭമാവട്ടെ, അതിനൊക്കെ ചിലപ്പോൾ ആ സമയം ഓവർ ടൈം ചിലപ്പോൾ എടുക്കണ്ടേ, അതിന് വേറെ പൈസ വാങ്ങുക എന്നുള്ളതല്ലാതെ ഇവിടെ അതിനുള്ള സന്നദ്ധത പോലും നഷ്ടപ്പെട്ട ഒരു സാഹചര്യം. അതാണ് പലതും പൂട്ടിപ്പോകുന്നത്. ഏതൊരു സംരംഭത്തിൽ നമ്മൾ എൻഗേജ് ചെയ്യുമ്പോഴും കയ്യും മേലുമൊക്കെ വേദനയായിട്ട് ഇറങ്ങേണ്ടി വരും. അല്ലാതെ അവിടെ ഇസ്തിയിട്ട് ഇരുന്നുണ്ടെങ്കിൽ 5 പൈസ കിട്ടൂല. അപ്പോൾ മലയാളിക്കുള്ള വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവന് വലിയ സ്റ്റാറ്റസ് കോൺഷ്യസ്നെസ് കൂടുതലാണ്. മേലെ അനങ്ങാൻ വയ്യ, എന്നാൽ ഗൾഫ് പോയിട്ട് ഏത് വർക്കും അവൻ ചെയ്യും. അങ്ങനെയല്ല അവിടെ ജോലി ചെയ്യുന്നത്. ഏത് കഫ്റ്റീരിയ ആണെങ്കിലും പൊറാട്ട ചൂടുന്ന ചൂട് മുഴുവൻ സഹിച്ചിട്ടാണ് അവൻ പൈസ ഉണ്ടാക്കുന്നത്. അവിടെ പൈസ ഉണ്ടാക്കാൻ അവനക്ക് പറ്റും, പക്ഷേ നാട്ടിൽ അധ്വാനിക്കാൻ തയ്യാറല്ല. ഇവിടെ സത്യത്തിൽ ഇപ്പോൾ ഈ കഫ്റ്റീരിയാസ് നോക്കൂ, നിങ്ങൾ കഫേകൾ നോക്കൂ, തുടങ്ങുന്നത് 4 മണിക്കാണ്, രാത്രി ഒരു 10-11 മണി വരെയാണ്. എന്നാൽ പോലും അവർക്ക് മാന്യമായിട്ട് അതിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ട്, മര്യാദക്ക് അത് അവർ വർക്ക് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അവിടെ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ഒരു സംരംഭകന് നിർബന്ധമായിട്ടുണ്ടാകും. പോസിറ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നല്ല ബോഡി ലാംഗ്വേജ് ഉപയോഗിക്കുക, കസ്റ്റമറെ വെറുപ്പിക്കാതിരിക്കുക, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു ജീവനക്കാരന് മുഖം കൂർപ്പിച്ച് അവിടെ നിന്നാൽ എങ്ങനെ ഉണ്ടാവും? പ്രത്യേകിച്ച് റിസപ്ഷനിസ്റ്റായിട്ട് നിൽക്കുന്ന ആൾ അല്ലേ. ഇപ്പോൾ നല്ല സ്ഥാപനങ്ങളിലൊക്കെ തന്നെ റിലേഷൻഷിപ്പ് മാനേജേഴ്സ് ഉണ്ട്, അതുപോലെ PROs ഉണ്ട്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇന്ന് ആളുകളൊക്കെ ഒരു പ്രൊഫഷണൽ മോഡിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഏറ്റവും വലിയ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ സർ? മൗത്ത് അഡ്വർടൈസ്മെൻ്റ് ആണ്. ഇപ്പം ഞാൻ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയ എന്നെ ആകർഷിച്ചതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അത് അഡ്വർടൈസ്മെൻ്റ് ആണ്.
അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് ആളുകൾ പറയണമെങ്കിൽ ആ നിലക്കുള്ള ഒരു നല്ല ഇമ്പ്രഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക തന്നെ വേണം. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റുകളാണ്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ. ഇന്ന് എല്ലാവരും HR മാനേജേഴ്സിനെ വെച്ചിട്ടും PR ഒമാരെ വെച്ചിട്ടും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പരിശ്രമിക്കുന്നത്. അവിടെ ഒരു സംരംഭം നമ്മൾ തുടങ്ങുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ പറഞ്ഞല്ലോ, വിഷൻ വേണം. രണ്ടാമത് നമുക്ക് വേണ്ട റിസ്ക് ഏറ്റെടുക്കാനുള്ള മനസ്സ്. ആ റിസ്ക് ഇല്ലേ, എൻ്റെ ഒരു സ്ഥാപനം തുടങ്ങുന്നതിൻ്റെ A to Z റിസ്ക് ഞാൻ ഏറ്റെടുക്കും. അതിൻ്റെ ഉത്തരവാദിത്വം വേറെ ആരുടെയെങ്കിലും മേൽ കെട്ടിവെച്ച് ഞാൻ രക്ഷപ്പെടില്ല. അത് വിജയിപ്പിച്ചെടുക്കേണ്ടത് എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. ഇറ്റ് ഈസ് മൈ പാഷൻ എന്നൊരു നിലക്ക് വേണം മുന്നോട്ട് പോകാൻ. ആൻഡ് തേർഡ് ക്വാളിറ്റി ആയിട്ട് പറഞ്ഞത്, നമുക്ക് വേണ്ടൊരു ഗുണമായിട്ട് പറയണത്, നമ്മുടെ കൂടെയുള്ള ആളുകൾ കൂടി വളരാൻ വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് എന്നുള്ളതാണ്. അതൊരു വലിയൊരു പോയിൻ്റാണ് സാർ. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല മേഖലയിലുള്ള ആളുകളൊക്കെ ആയിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ വലിയ ഒരു ബുക്ക് ഷോപ്പ് ചെറിയ ഒരു കടയിൽ നിന്ന് തുടങ്ങി ഒരു ഹൈപ്പർ മാർക്കറ്റ് തലത്തിലേക്ക്, അല്ലെങ്കിൽ പിന്നെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന വലിയ ബുക്ക് ഷോപ്പുകളായിട്ട് മാറുന്നതിന് പിന്നിൽ അവർ ഏറെ പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാനൊരു പ്രാവശ്യം അദ്ദേഹത്തിനോട്, എൻ്റെ സുഹൃത്തായിട്ടുള്ള മുജീബിനോട് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത്, ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ കാണാറുള്ളത്, ഒരു ദിവസം ഷോപ്പ് അടക്കുകയാണെങ്കിൽ, ഒരു മാസം ഷോപ്പ് അടക്കുകയാണെന്നുണ്ടെങ്കിൽ 10-60 പേര് നമ്മളെ ആശ്രയിച്ച് ജീവിക്കണില്ലേ, അവരെ കുടുംബത്തിൻ്റെ അവസ്ഥ. എനിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ചിലപ്പോൾ പോവാം, പക്ഷെ അവർ എന്നെ ആശ്രയിച്ചുകൊണ്ടല്ല നിൽക്കുന്നത്. അതെൻ്റെ മനസ്സിൽ വല്ലാതെ ടെൻഷൻ. അപ്പോൾ രാവിലെ ഒരല്പം കിടന്നുറങ്ങണം എന്നെ മനസ്സ് പറഞ്ഞാലും അവരാലോചിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, വണ്ടിയെടുത്ത് അങ്ങോട്ടേക്ക് പോകുന്നുള്ളതാണ്. അതുപോലെ തന്നെ ചില ആളുകളൊക്കെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു സാലറി ചിലപ്പോൾ ചെറിയ തുച്ഛമായ ഒരു സാലറി ആയിരിക്കും, പക്ഷെ ആ സാലറി വാങ്ങുമ്പോൾ അവരുടെ മുഖത്തുണ്ടാവുന്നൊരു സന്തോഷം. അതുപോലെ തന്നെ പിന്നെ പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ ഈ ഷോപ്പിലൊക്കെ ഉള്ള തങ്ങളുടെ ജോലിക്കാരെയൊക്കെ അവരുടെ ഒരു ഫാമിലി മീറ്റൊക്കെ വെച്ച് അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്ന ഒരുപാട് സംരംഭകരുണ്ട്. ഇപ്പോൾ അങ്ങനെയുള്ളൊരു സംരംഭത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു അനുഭവം പറഞ്ഞു. ഒരു ചേച്ചി, അവർ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് പറഞ്ഞാൽ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് അവർ വരുന്നതെന്ന് അറിയാം, വീട്ടിൽ ഒരുപാട്. പക്ഷെ അവർ ഈ ഫാമിലി മീറ്റിന് വേണ്ടി തങ്ങളുടെ കുടുംബത്തിൽ ഓരോരുത്തരെയും കൊണ്ടുവന്നപ്പോൾ സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോയി എന്നാണ്. അവരുടെയൊക്കെ മനസ്സിൽ ഇദ്ദേഹത്തിനുള്ള ഒരു സ്ഥാനത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മൾ ഒരിക്കലും അങ്ങനെ ആഗ്രഹിക്കണില്ല. അപ്പോൾ ഇത്രയും ഒരുപാട് ആളുകൾക്കും ഒരുപാട് കുടുംബങ്ങൾക്കും അവരുടെ ജീവിതത്തിന് ഉപാധിയാക്കി മാറ്റാൻ സംരംഭകത്തിലൂടെ സാധിക്കുന്നുണ്ട് എങ്കിൽ അത് പടച്ചവൻ്റെ ഒരു റഹ്മത്ത് കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മാത്രമല്ല സർ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ കച്ചവടക്കാരിയായിരുന്നു അല്ലേ. കച്ചവടത്തെ ഇസ്ലാം നന്നായി പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഹലാലായ കച്ചവടം, കൊള്ള ലാഭം എടുക്കുന്ന കച്ചവടമല്ല പറഞ്ഞത്. അപ്പോൾ ഈ കച്ചവടം എന്നുള്ളത് ഹലാലാവണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സത്യസന്ധത അല്ലേ, ഏതൊരു സംരംഭം നമ്മൾ തുടങ്ങുകയാണെങ്കിലും ഹോണസ്റ്റി എന്നുള്ളത് അതിൻ്റെ കീവേഡാണ്. ഇന്ന് അതാണ് നഷ്ടപ്പെടുന്നത്. ആളുകളെ കുപ്പിയിലാക്കാൻ വേണ്ടിയിട്ട് പലതും ചെയ്തിട്ട് വഞ്ചന നടത്തുന്നുണ്ട് അല്ലേ. പഴയ സാധനങ്ങളൊക്കെ വിൽപ്പന നടത്തുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഹോട്ടൽ ജീവനക്കാർ, ഹോട്ടൽ കച്ചവടക്കാർ, ആളുകളെ കബളിപ്പിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചനയാണ്. അപ്പോൾ അത് കൊടുക്കില്ല, അത് വിൽപ്പന ഇല്ല, കാരണം അത് കേടുവന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ഇന്നലത്തെ പ്രോഡക്റ്റാണ്. അതിൻ്റെ ആ ഒരു പോരായ്മ, ന്യൂനത പറഞ്ഞുകൊണ്ട് വിൽപ്പന നടത്തുന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത്. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ കാണിച്ചു തന്ന എത്തിക്സ്, ധാർമ്മികമായ മൂല്യങ്ങൾ കച്ചവടത്തിൽ നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ കച്ചവടം ബർക്കത്തുള്ളതാവുന്നുള്ളതിൽ ഒരു സംശയമില്ല. പിന്നെ സ്ഥിരോത്സാഹം എന്നുള്ളത് സർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ രാവിലെ നേരത്തെ, ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനമാണ്. ഏതൊരു സംരംഭവും ഏതൊരു സംവിധാനവും നമ്മൾ ആരംഭിക്കേണ്ടത് സുബഹിക്ക് ശേഷം, അതിരാവിലെയാണ്. അതിൽ ബർക്കത്തുണ്ട് അല്ലേ. നമ്മളെ കച്ചവടക്കാരൊക്കെ 10-11 മണിയൊക്കെ ആയിട്ട് തുറക്കുന്നവരുണ്ട്. സത്യത്തിൽ അതിരാവിലെ, ഇപ്പോൾ പല ഷോപ്പുകളെ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടു, നമുക്കിപ്പോൾ മസാല കച്ചവടം ഉള്ള ഒരു ഷോപ്പ് നോക്കുക, അത് എനിക്കറിയാം, പുളിക്കൽ ഒരു 7 മണിക്ക് തുറക്കുന്ന ഒരു ഷോപ്പുണ്ട്. അധികം ആളുകൾ ആ ടൈമിന് ആ കച്ചവടം തുറക്കും എന്നുള്ളത് കൊണ്ട് അവിടെ ചെല്ലും. കാരണം ആളുകൾക്ക് ആവശ്യങ്ങൾ പൂർത്തീകരിക്കണമെങ്കിൽ നേരത്തെ അവിടെ തുറക്കണ്ടേ. അപ്പോൾ റിസ്ക് എടുക്കണം അവിടെയും. നിങ്ങൾ നേരത്തെ പറഞ്ഞാൽ ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അവിടെ ഷിഫ്റ്റ് ആക്കിയാൽ മതി. ഇനി വേറൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ കച്ചവടക്കാർക്ക് സംഭവിക്കുന്ന വലിയൊരു അപകടം, അവർക്ക് ഹ്യൂമൻ റിലേഷൻഷിപ്പ് കച്ചവടം കസ്റ്റമേഴ്സുമായിട്ടുണ്ട്, പക്ഷെ ഫാമിലിയുമായിട്ട് കുറയുന്നുണ്ട്. അപ്പോൾ അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരാളെ വെക്കേണ്ടി വരും ചിലപ്പം അല്ലേ. എല്ലാം ഞാൻ തന്നെ, അത് ഒഴിവാക്കണം. അപ്പോൾ ഇയാൾക്ക് കൂടുതൽ ഭാരമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അവിടെ അത്യാവശ്യം ലാഭമൊക്കെ ഉണ്ടാവുന്ന ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ
ഒരു എഡീഷണലായിട്ട് 1-2 സ്റ്റാഫിനെ വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫാമിലിയിലുള്ള എല്ലാ കാര്യങ്ങളും അയാൾക്ക് ഇടപെടാൻ പറ്റും. അതായത് ഡെലിഗേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അതൊക്കെ നമ്മൾ പഠിക്കേണ്ട കാര്യമാണ് അല്ലേ. ഒരു സംവിധാനം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനില്ലെങ്കിൽ ആ സംരംഭം അവിടെ നടക്കണം. അതാണ് വിജയം അല്ലേ. ഞാൻ മാത്രം എല്ലാറ്റിനും നമ്മൾ ഉണ്ടാവേണ്ടതില്ല. ചില കാര്യങ്ങൾ ഇന്നത്തെ ഇപ്പോൾ ഓൺലൈൻ സംവിധാനം വന്നതോടുകൂടി വളരെ മനോഹരമാണ്. കാരണം ഒരു CCTV ക്യാമറ സംവിധാനം ഉള്ളതോടുകൂടി ഇവിടുന്ന് ഇതൊക്കെ മോണിറ്റർ ചെയ്യാൻ പറ്റും അല്ലേ. ഇപ്പോൾ ഗൾഫിൽ നിന്ന് ഇവിടുത്തെ കച്ചവടങ്ങൾ മോണിറ്റർ ചെയ്യുന്നില്ലേ, അതേ സംവിധാനം നമുക്ക് ഇവിടുന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ടെക്നോളജിക്കലി നമ്മൾ അഡ്വാൻസ്ഡ് ആവണം. അതായത് അപ് ടു ഡേറ്റ് ആവാതെ ഒരു സംരംഭവും വിജയിക്കില്ല. അതും ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒരു CCTV ക്യാമറ വെക്കുക എന്നുള്ളത് ഒരുപാട് ആശ്വാസമാണ്. കാരണം ആ കച്ചവടം ചെയ്യുന്ന ആൾ അവിടുന്ന് വേറെ പണി എടുക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കാൻ ഇത് മതി അല്ലേ. അപ്പോൾ ചിലപ്പോൾ അതിന് 25,000 50,000 രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ വേണ്ടി വരും. പക്ഷെ ഒരു തവണ ചെയ്താൽ മതിയല്ലോ. പക്ഷെ അതുകൊണ്ട് ആ കച്ചവടത്തിൽ നമുക്ക് കുറേ റിസ്ക് ഫാക്ടേഴ്സ് കുറഞ്ഞു കിട്ടും. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോയിന്റ്, സ്ഥിരോത്സാഹം എന്നുള്ളത് ഒരു കാര്യത്തിന് നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് അവസാനം വരെ അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ഒരു സംരംഭവും വിജയിക്കില്ല. പിന്നെ നമ്മുടെ എല്ലാ സൗകര്യവും കഴിഞ്ഞിട്ട് തുറക്കുന്നതല്ല ഷോപ്പ് അല്ലേ. ഒരു കല്യാണം ഉണ്ടായി അതിന് പോയി അപ്പോൾ ഇത് പൂട്ടിയിട്ട് അവിടെ ആരും കയറില്ല. സ്ഥിരമായിട്ട് ആ ഷോപ്പ് ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ തുറക്കും എന്ന് കണ്ടാൽ കസ്റ്റമേഴ്സ് അവിടെ എത്തിയിരിക്കും. പിന്നെ തുടങ്ങുമ്പോൾ തന്നെ ലാഭം കിട്ടൂല. നമ്മളെ മലയാളികൾക്കുള്ള വലിയ വിഷയം എന്താ, ഇൻവെസ്റ്റ് ചെയ്ത പൈസ മുഴുവനും 2 മാസം കൊണ്ട് ലാഭമായിട്ട് ഇങ്ങോട്ട് പോരണം. പിന്നെ ലാഭം മാത്രമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നഷ്ടവും ഉണ്ടാവും. കച്ചവടമാകുമ്പോൾ ലാഭം ഉണ്ടാവും, നഷ്ടം ഉണ്ടാവും. നഷ്ടം നമ്മൾ പ്രതീക്ഷിക്കണം, അതിൽ നിരാശപ്പെടരുത്. കാരണം ഒന്ന് കച്ചവടമാണ്, മറ്റേ പലിശയാണല്ലോ അല്ലേ. ആളുകൾ ഈ പൈസ കച്ചവടത്തിന് വേണ്ടി കൊടുക്കാറുണ്ട്. വലിയ ആദർശമുള്ള ആളുകൾ പോലും കച്ചവടത്തിന് പൈസ കൊടുത്തിട്ട് നഷ്ടമാണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുതലുകൾ തന്നാളാ, ഇതെവിടുത്തെ ഏർപ്പാടാ. ഇസ്ലാം അത് പറയുന്നില്ലല്ലോ. നമ്മൾ കച്ചവടത്തിന് വേണ്ടിയിട്ട് പൈസ 5-10 ലക്ഷം കൊടുത്താൽ അത് നഷ്ടവും സഹിക്കണം, ലാഭവും സഹിക്കണം. ഇതൊക്കെ നമ്മൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കൺസിസ്റ്റൻസി ഇല്ലെങ്കിലും ഒരു കാര്യം വിജയിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ള ഉറപ്പാണല്ലോ. അവിടെ സ്ഥിരമായിട്ട് നിരന്തരമായിട്ട് ചെയ്യാമെന്നുള്ള ഡു ബൈ ഇൻതൂസിയാസ്റ്റിക് എന്നാണ് പറയാറുള്ളത്. ഒരു കാര്യം അത് വിജയിപ്പിച്ചെടുക്കണം എന്ന് അടങ്ങാത്ത ആഗ്രഹത്തോട് കൂടിയിട്ട് സ്ഥിരമായിട്ട് കൃത്യമായൊരു സമയം, ഒരു ഷെഡ്യൂളൊക്കെ വെച്ചിട്ടാണ് നമ്മളെ നാട്ടിൽ ഏതൊരു സംവിധാനങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കും. ഇപ്പോൾ സ്കൂൾ സംവിധാനങ്ങൾ കൃത്യമായൊരു സമയമുണ്ട് അല്ലേ. ആ സമയം മുതൽ ഇന്ന സമയം വരെയാണ്. അതുപോലെ തന്നെ ഓരോ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ആളുകൾ അവർക്കൊരു സമയം മുതൽ ഇന്ന സമയം വരെയാണ്. അതുപോലെ തന്നെ ഓരോ മേഖലയിലും ഗവൺമെൻറ് സംവിധാനങ്ങളിലാവട്ടെ അല്ലാത്ത മേഖലയിലാവട്ടെ നിങ്ങൾ നോക്കൂ, കൃത്യമായൊരു സമയം ഉണ്ടാവും. ആ ഒരു സമയം പലപ്പോഴും ഇല്ലാത്തൊരു വിഭാഗം ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ബിസിനസ്സുകാരാണ്. നിങ്ങളും ആ രൂപത്തിൽ ഒരു കൃത്യമായൊരു ഷെഡ്യൂളൊക്കെ വെച്ച് നിരന്തരമായിട്ട് ആ ഷെഡ്യൂൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏതൊരു സംരംഭവും വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. സർ, അതിലൊരു ആഡിങ് ഞാൻ വരുന്നത് ഈ പ്രാർത്ഥനയുടെ സമയം, ആരാധനാ സമയം. സത്യത്തിൽ ആളുകൾ പറയുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ നിസ്കാരത്തിൻ്റെ സമയമാണ് കൂടുതൽ കച്ചവടം എന്നാണ്. ഞാൻ പറയുന്നത് ഈ നിസ്കാരത്തിന് വേണ്ടിയിട്ട് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇനി എത്ര വലിയ തിരക്കുള്ള സ്ഥാപനമാണെങ്കിലും നമ്മൾ അതിൽ വിശ്വസിക്കുന്ന ആദർശമുള്ളവരാണെങ്കിൽ ആ സമയത്ത് ഈ ഡോർ ക്ലോസ് ചെയ്ത് അല്ലെങ്കിൽ അവിടെ കച്ചവടം നടക്കുന്നില്ല നമ്മൾ ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ ആളുകൾ കാത്തു നിൽക്കും. ഇനി നമുക്ക് നഷ്ടം ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. ഈ സമയത്തുള്ള കച്ചവടം വേറെ സമയത്ത് തരാൻ അള്ളാഹ്ക്ക് വല്ല പണിയുണ്ടാ? ഈ വിശ്വാസിയായിട്ടുള്ള വ്യക്തി ആ കച്ചവടം ചെയ്യുന്നത് സമയബന്ധിതമായിട്ടാണ്. അത് ളുഹറിൻ്റെ ബാങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പള്ളിയിൽ പോകുന്ന എവരിബഡി നോസ് ഇറ്റ്, എല്ലാവർക്കും അറിയാം. ഇപ്പം എനിക്കറിയാം, പുളിക്കൽ പരിയമ്പലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരാളുണ്ട്. അയാൾ ബാങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര വലിയ കച്ചവടമാണെങ്കിലും മൂപ്പര് പള്ളിയിലെത്തിയിട്ടുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ആളുകൾ തന്നെ പറയാം മൂപ്പര് പള്ളി ഉണ്ടാവും. നമ്മളുടെ ഹൃദയം താലൂക്കാവേണ്ടത് പള്ളിയുമായിട്ടാണ് അല്ലേ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലേക്ക് മറ്റുള്ളവരെ എത്തിക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ അള്ളാഹു ബർക്കത്ത് അതിൽ ചൊരിയും. അല്ലാതെ നല്ല കച്ചവടം ഉണ്ട് അതുകൊണ്ട് ഞാൻ നിസ്കാരം മാറ്റി വെക്കട്ടെ. നിസ്കാരം എന്നുള്ള കിതാബ് മൗക്കൂത്തല്ലേ, അത് സമയബന്ധിതമായ കർമ്മല്ലേ. ഫസ്റ്റ് പ്രയോറിറ്റി ഷുഡ് ബി ഗിവൺ ഫോർ ദാറ്റ്, അതിനല്ലേ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ നമ്മുടെ വിശ്വാസം എന്നുള്ളത് കർമ്മത്തിൽ കൂടി കാണിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രംഗമാണ് നിസ്കാരം. അപ്പോൾ കച്ചവടം കഴിഞ്ഞിട്ടല്ല നമ്മൾ നിസ്കാരത്തിന് പോകേണ്ടത്. നിസ്കാരത്തിൻ്റെ ടൈം ആകുമ്പോൾ കച്ചവടക്കാർ ആ
നിസ്കാരത്തിന് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ അറിവനുസരിച്ച് ഞാൻ പറയുന്നത്, അള്ളാഹു ബർക്കത്ത് ചൊരിയും. കാരണം ഈ സമയമല്ലാത്ത മറ്റു സമയങ്ങളിൽ കച്ചവടം കിട്ടിക്കഴിഞ്ഞാൽ അത് കോമ്പൻസേറ്റ് ചെയ്യപ്പെടും, അല്ല സർ? അപ്പോൾ അവിടെ നമുക്കൊരു എത്തിക്സ് വേണം, നമ്മൾക്ക് ചില പ്രിൻസിപ്പിൾസ് വേണം. ആ പ്രിൻസിപ്പിൾസ് നമ്മൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്. ഈ കോംപ്രമൈസ് ചെയ്യുന്നതാണ് നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് കൊണ്ടു, ബർക്കത്ത് എന്തുകൊണ്ടാണ് നഷ്ടപ്പെടുന്നത്? ഹലാലല്ലാത്ത പണം കയ്യിൽ വന്നതുകൊണ്ടാണ്. അപ്പോൾ പലരും പൊട്ടാനുള്ള കാരണം എന്താ വെച്ചാൽ ലോൺ എടുക്കുന്നുണ്ട്. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിൽ ബർക്കത്ത് ഉണ്ടാവില്ല. അപ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രതികൂല സാഹചര്യങ്ങളാണെങ്കിലും ഇസ്ലാമികമായിട്ടുള്ള ധാർമ്മിക മൂല്യങ്ങൾ സൂക്ഷിച്ചുകൊണ്ടാവണം സംരംഭങ്ങൾ തുടങ്ങുന്നതും തുടരുന്നതും. സത്യസന്ധതയ്ക്ക് എല്ലാ മതക്കാരും അതിൻ്റേതായ പ്രാധാന്യം നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും ഇസ്ലാമിൽ വളരെ പ്രാധാന്യത്തോടു കൂടിയിട്ട് നമ്മളെയൊക്കെ പഠിപ്പിച്ചതാണ് സത്യസന്ധത. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ഒരു വിഭാഗത്തിനെക്കുറിച്ച് അവർക്ക് നാശമെന്ന വിശുദ്ധ ഖുർആനിലെ അധ്യാപനങ്ങൾ നമുക്ക് കാണാൻ പറ്റുമല്ലോ. അതുപോലെ തന്നെ പൂഴ്ത്തിവെപ്പിലൂടെ ബിസിനസ് നടത്തിയ ആളുകളെ അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, അവരെ വളരെ എന്താ പറയുക, നിങ്ങൾക്ക് ഈ കാണുന്നത് വ്യക്തമായിട്ട് ആളുകളെ കാണിച്ചുകൊണ്ട് കച്ചവടം ചെയ്യണം, ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നനഞ്ഞ കുറച്ച് വസ്തുക്കൾ ഉള്ളിലേക്ക് വെച്ച് കുറച്ച് നല്ല കാര്യങ്ങൾ പുറത്ത് വെച്ച് ചെയ്തപ്പോൾ ആ രൂപത്തിലാണ് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു എത്തിക്സ് അത് നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയാണ് നമുക്ക് കാണിക്കേണ്ടത്, വാക്കുകളിലൂടെ അല്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ഓരോ മേഖലയിൽ ഇടപെടുന്ന ആളുകൾ തങ്ങളുടെ പ്രവർത്തനങ്ങളും ആ എത്തിക്സ് അനുസരിച്ചാണോ നമ്മൾ പരിശോധിക്കുക. പ്രത്യേകിച്ചും അത് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ പോകാൻ സാധിക്കണം എന്നുള്ളതാണ്. കഴിഞ്ഞ നമ്മൾ യൂട്യൂബിലൊരു വീഡിയോ കാണുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് എന്നാണ് ഫിഷിൻ്റെ മേഖലയിലാണ്. അപ്പം അദ്ദേഹം പറയണത് അതിൻ്റെ പിന്നിൽ ഒരുപാട് റിസർച്ചുകൾ നടത്തിയിട്ടാണ്. ഇന്ന് വലിയൊരു സംരംഭകനാണ് അദ്ദേഹം ഒരു ചടങ്ങിൽ പ്രസംഗിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടത്. അതിൽ പറയുന്നൊരു കാര്യം, ഈ മേഖലയിലേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്, ഇതിൽ ലോകത്തിലേക്ക് എല്ലാ രാജ്യങ്ങളിലേക്കും മീൻ എത്തിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയണം എന്നുള്ളൊരു മനസ്സിൽ ആഗ്രഹം വെച്ചിട്ടാണ് ഇത് ആരംഭിച്ചത്. അതിന് ഏറ്റവും വലിയ മാർക്കറ്റ് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ പുറത്ത് വിദേശ രാജ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറയണത്, ഞാൻ അതിലേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് പാഠങ്ങൾ ഞാൻ പഠിച്ചു. മീൻ വാങ്ങുന്ന സ്ഥലങ്ങളിൽ ശവങ്ങളിൽ ഒഴിക്കുന്ന ഫോർമാലിൻ പോലെയുള്ള രാസവസ്തുക്കളുണ്ട്. അത് ആ രാസവസ്തുക്കൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അമോണിയൊക്കെ നോർമലായിട്ടുണ്ടെന്ന് ആദ്യം പറയണത്. പക്ഷെ ഇതുപോലെ വളരെ മാരകമായ വിഷവസ്തുക്കൾ ഉപയോഗിച്ചാൽ ലാഭം കൂടും. പക്ഷെ ഞാൻ എൻ്റെ മനസ്സിലും അതുപോലെ തന്നെ ഞാൻ വിശ്വസിക്കുന്ന ബിസിനസ്സിലും ഞാൻ വെച്ചത്, എനിക്ക് അങ്ങനെയുള്ളൊരു ലാഭം വേണ്ട. 1-2 ദിവസത്തിനല്ല ഞാൻ എൻ്റെ ബിസിനസ്സിനെ ഫോക്കസ് ചെയ്യുന്നത്, മറിച്ച് ഞാൻ ജീവിക്കുന്നിടത്തോളം കാലം അതുപോലെ എൻ്റെ കുടുംബത്തിന് എല്ലാവർക്കും ഉപകരിക്കണം. അതൊരിക്കലും മറ്റുള്ളവരെ പറ്റിച്ചിട്ടോ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഹാനികരമായ വസ്തുക്കൾ വിറ്റിട്ടോ ഉണ്ടാവരുതെന്നുള്ളതാണ് ഒരു വലിയൊരു കാര്യമാണ്. അപ്പോൾ ആളുകൾ, വലിയ ഒരു സദസ്സിൽ നിന്ന് ആളുകൾ അദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറയേണ്ടത്, ഇത്ര വർഷമായിട്ട് എൻ്റെ അടുത്ത് നിന്നും മത്സ്യം വാങ്ങുന്ന ഒരാൾക്കും 100% ഗ്യാരൻറ്റിയോട് കൂടിയിട്ട് കൊടുക്കാൻ പറ്റുന്ന, നേരിട്ട് കടപ്പുറം ഏരിയകളിൽ പോയിട്ട് അവിടെ നിന്ന് ഐസ് പോലും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് മാത്രം പ്രത്യേകം ഉണ്ടാക്കുന്നതാണെന്നാണ്. എന്ന് പറഞ്ഞാൽ ഐസ് ഉണ്ടാക്കുമ്പോൾ പോലും ഇതുപോലെയുള്ള രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എത്തിക്സുകൾ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ അല്പം റിസ്ക് എടുക്കാൻ സന്നദ്ധതയുണ്ടെങ്കിൽ, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പ്രാർത്ഥനയോട് മുന്നോട്ട് പോകണമെങ്കിൽ ഏതൊരു സംരംഭവും വിജയിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതി, ഈ ലാഭം എന്നുള്ളത് കുറച്ചുകൊണ്ട് കച്ചവടം കൂട്ടുക, ആ ഒരു പ്രിൻസിപ്പിൾ. ഇപ്പം നമ്മൾ മിനിമം ലാഭം എടുക്കുക, കസ്റ്റമേഴ്സ് കൂടുതൽ വരും. നമ്മളാ വലിയ ലാഭം എടുക്കുന്ന സമയത്ത് കസ്റ്റമേഴ്സ് സ്വാഭാവികമായിട്ട് അവിടെ അധികമായിട്ടാണ് വില എന്ന് പറയാം, അല്ലേ? അപ്പോൾ ഇവിടെ നന്നായി വിജയിച്ച ആളുകൾ എടുക്കുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ, അവർ വോളിയം ഓഫ് ബിസിനസ് കൂട്ടുകയാണ്, കച്ചവടത്തിൻ്റെ തോത്, എണ്ണം കൂട്ടുകയാണ്. അപ്പോൾ 10 കസ്റ്റമേഴ്സ് വന്ന് അവരിൽ നിന്ന് 100 രൂപ എടുക്കുന്നതിന് ബദൽ 100 കസ്റ്റമേഴ്സിൽ നിന്ന് 10 രൂപ വീതം, ആ ഒരു കൺസെപ്റ്റിലേക്ക് പോകുമ്പോൾ 100 കസ്റ്റമേഴ്സ് നമ്മുടെ ഷോപ്പിലേക്ക് വരികയാണ്. ഞാൻ പറഞ്ഞത് സാറിന് മനസ്സിലായില്ല? ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ആളുകൾക്ക് അതിന് ലക്ഷ്യമല്ല, നമുക്ക് 10 ആൾ വന്നാൽ മതി, അവരിൽ നിന്ന് മാക്സിമം ഊറ്റുക. ഇത് ഒഴിവാക്കിയിട്ട് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് കൂട്ടുക, എന്നിട്ട് നമ്മുടെ അവിടെയുള്ള വിഹിതം കുറയ്ക്കുക. അപ്പം രണ്ടും ഏകദേശം ബറാബറായിട്ട് വരും, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വരും. ഈ മേഖലയിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ
ചില സെറ്റിൽമെൻറ്റുകൾ പ്രീമിയം സെറ്റിൽമെൻറ്റ് എന്നുള്ള രൂപത്തിലാണ് നടത്താറുള്ളത്. അപ്പോൾ ആ നിലയിൽ വെക്കുന്ന ആളുകൾ പലപ്പോഴും പറയാനുള്ളൊരു കാര്യം സാർ ഇപ്പോൾ പറഞ്ഞിട്ട് നേരെ വിപരീതമാണ്. അഥവാ 100 ആൾക്കാർ വന്നാൽ അത്രയും ആളുകളെ മാനേജ് ചെയ്യേണ്ട ഹ്യൂമൻ റിസോഴ്സ് കാര്യങ്ങളൊക്കെ അവിടെ വേണം. സ്വാഭാവികമായിട്ടും എനിക്കൊരു 10 ആളെ കിട്ടിയാലും മതി. ആ 10 ആളെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, 100 ആളുകളെ കൊണ്ട് ഉണ്ടാക്കുന്നത് അവരിൽ നിന്ന് ഇടുന്നുള്ളൂ. സ്വാഭാവികമായിട്ടും ബിസിനസ് ആകുമ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ പ്രിൻസിപ്പുകൾ സ്വീകരിക്കാം. എന്നാലും നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ പരമാവധി ആളുകൾക്കും എനിക്കൊരു ലാഭം വേണം അല്ലേ. അതേപോലെ തന്നെ എൻ്റെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സിനും വലിയ ബേർഡൺ ഇല്ലാതെ അവർക്ക് മറ്റിടങ്ങളിൽ നിന്ന് കിട്ടാത്തൊരു സംതൃപ്തിയോടുകൂടി എൻ്റെ കടയിൽ നിന്ന് പോകാൻ പറ്റുക എന്നുള്ളത് ഒരു ബിസിനസ്സിലൂടെ ഒരു സേവനം കൂടിയാണല്ലോ നടത്തുന്നത്. ആ രൂപത്തിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതൊരു പോസിറ്റീവാണ്, ആളുകൾക്ക് ഉപകരിക്കുന്നതാണെന്ന് കൂടി നമുക്ക് പറയാം. പിന്നെ അവിടെ ഈ ഒരു സംരംഭം നമ്മൾ തുടങ്ങുമ്പോൾ വിപണിയെക്കുറിച്ചുള്ള അറിവ്, ഉൽപ്പന്നത്തെക്കുറിച്ചുള്ള അറിവ്, ഇതൊക്കെ ശരിക്കും റിസർച്ചാണ് അല്ലേ. ഇന്നിപ്പോൾ AI സംവിധാനം വന്നതോടുകൂടി നമ്മൾ ഏത് സംരംഭം തുടങ്ങുകയാണെങ്കിലും അതിലുള്ള ഗുണങ്ങളും ദോഷങ്ങളും അതിനുള്ള പിന്നെ എന്താണ് അഡ്വേഴ്സിറ്റീസ്, എന്താണ് പ്രതിസന്ധികൾ, എന്തൊക്കെയാണ് വരാൻ ഇതൊക്കെ AI തന്നെ നമുക്ക് പറഞ്ഞുതരും. കാരണം വെൽ സ്റ്റഡീഡാണ് AI. നമ്മൾക്ക് അത്ര പഠിക്കാൻ സാധിക്കണം എന്നില്ല. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പിന്നെ സംരംഭം തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ നാനാ തലങ്ങളെ സംബന്ധിച്ചും കൃത്യമായിട്ട് ഗവേഷണം നടത്താനുള്ള സാധ്യതകളും അവസരങ്ങളും ഉണ്ട്. ഈ ഗവേഷണം എന്നുള്ളത് അനിവാര്യമായൊരു സംഗതിയാണ്. ഇങ്ങനെ ഗവേഷണം നടത്തിയിട്ടാണ് നമ്മളൊരു സംരംഭം തുടങ്ങുന്നതെങ്കിൽ അത് വിജയിക്കും. പിന്നെ ഒന്നിൽ പരാജയപ്പെട്ടുവെങ്കിൽ നമ്മൾ ഒരിക്കലും അവിടെ എന്ത് ചെയ്യരുത്, തകർന്ന് തരിപ്പണാവരുത്. അവിടുന്ന് അതൊരു ഊർജ്ജമായിട്ട് സംഭരിച്ചിട്ട് അടുത്ത ബിസിനസ്സിലേക്ക് നമ്മൾ നീങ്ങണം അല്ലേ. പരാജയം എന്ന് പറഞ്ഞാൽ എന്നും പരാജയം ഉണ്ടാവില്ലല്ലോ, 1, 2, 3 തവണ പരാജയപ്പെട്ടേക്കാം. അപ്പോൾ സിവിൽ സർവീസ് മേഖലയിൽ ഇപ്പോൾ ഈ അടുത്ത് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത് എറണാകുളം റെയിൽവേയിൽ ഈ പിന്നെ ലോഡിങ് ചെയ്ത, അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നു, ആലോചിച്ച് നോക്കിയേ. അതായത് മറ്റുള്ളവരുടെ ചരക്കുകൾ തലയിൽ വെച്ച് കൊണ്ട് നടന്ന ഒരു പയ്യൻ, അവന് IAS എന്നുള്ള ഡ്രീമിൽ അവൻ നിന്നു. ഒന്നുമില്ല, അവിടെയുള്ള വൈഫൈ ഉപയോഗിച്ചിട്ട്, റെയിൽവേ സ്റ്റേഷനിലെ വൈഫൈ ഉപയോഗിച്ചിട്ടാണ് അവന് പഠനം നടത്തിയത്. അവൻ്റെ ലക്ഷ്യബോധമാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു ലക്ഷ്യബോധം ബിസിനസ്സിൽ ഒരാൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എത്താൻ പറ്റും. ഇപ്പോൾ MI യൂസ്ഫലിയെ സംബന്ധിച്ച് നമ്മൾ പഠനം നടത്തുമ്പോൾ നമുക്ക് ബോധ്യമാകുന്നത് അദ്ദേഹം ഒരിക്കലും ഒരു ലുലു മാർക്കറ്റിൻ്റെ ഒരു CEO ആയിട്ട് ആദ്യം പറഞ്ഞതല്ലല്ലോ. അദ്ദേഹം ഒരുപാട് പ്രതിസന്ധികൾ തുടക്കത്തിൽ ഓവർകം ചെയ്തതിൻ്റെ റിസൾട്ടാണ് ഇന്ന് ലോകവ്യാപകമായിട്ട് അദ്ദേഹം ഹൈപ്പർ മാർക്കറ്റുകൾ തുടങ്ങിയത്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും വലിയ സന്ദേശം എന്താണ്? റിസ്ക് എടുക്കാൻ സന്നദ്ധമാവാതെ നമുക്കൊരു സംരംഭവും വിജയിപ്പിക്കാൻ പറ്റില്ല. പിന്നെ നല്ല ക്ഷമ വേണം. ക്ഷമയില്ലാത്ത ഒരാൾക്കും ഈ ഒരു സംരംഭം തുടങ്ങിയിട്ട് കാര്യമല്ല. നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും വലിയൊരു പാടാണ്. സ്വാഭാവികമായിട്ടും സംരംഭം തുടങ്ങുന്നതിന് മുമ്പ് നമ്മളൊക്കെ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളാണ്. നമ്മുടെ നാടുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചില കാഴ്ചകളാണ് ഈ ഒരു ചർച്ച ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ വെക്കാൻ കാരണം. എടുത്തുപോയി ചാടി അവസാനം ഒരു നിലയില്ലാ കയത്തിൽ മുങ്ങിക്കുളിക്കുന്ന സാഹചര്യം ഉണ്ടാവരുത്. അല്ലെങ്കിൽ വർഷങ്ങൾ കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് ഒരു ചർച്ചയും ഒരാലോചനയും ഇല്ലാതെ എവിടെയെങ്കിലും കൊണ്ടുപോയി നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. നമ്മളൊരു സംരംഭം തുടങ്ങുന്നതെങ്കിൽ അതിൻ്റെ പിന്നിൽ നന്നായി ആലോചിച്ച് അതിൻ്റെ പിന്നിൽ വരാവുന്ന റിസ്കുകളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് നല്ലൊരു വിഷനോട് കൂടിയിട്ട് അത് വിജയിപ്പിക്കാനുള്ളൊരു പാഷനോട് കൂടിയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതിൽ ക്ഷമ അവലംബിക്കേണ്ടതുണ്ട്, സത്യസന്ധത മുറുകെ പിടിക്കേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മുടെ അടുത്തേക്ക് വരുന്ന കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ ഏത് മേഖലയിലാണോ നമ്മൾ ഇടപഴകുന്നത് അതുമായി ഇടപഴകുന്നവരിലേക്ക് ഒരു ഹാപ്പിനെസ് കൊടുക്കാനും അവർക്കും എന്നിലൂടെ ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ ലഭിക്കണമെന്നൊരു വിശാലമായ കാഴ്ചപ്പാടും ചിന്തയും ഉണ്ടാവണമെന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് ആ രൂപത്തിലുള്ള സംരംഭങ്ങളാക്കി മാറ്റാൻ നമ്മൾ പരമാവധി ശ്രമിക്കുക. ഇനി എന്തെങ്കിലും ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാൻ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് വിട്ടത് സമയം മാനേജ് ചെയ്യുക എന്നുള്ളത്. ടൈം മാനേജ്മെൻറ്റ് അത് ഈ ബിസിനസ് സംരംഭങ്ങൾ ആര് തുടങ്ങുകയാണെങ്കിലും അവർക്ക് ഒരു പങ്ക്ച്വാലിറ്റി വേണം, സമയ മാനേജ്മെൻറ്റ് വേണം. സമയ മാനേജ്മെൻറ്റ് ഇല്ലെങ്കിൽ എന്താവും? എല്ലാം പരാജയപ്പെടും അല്ലേ. ഏത് സംരംഭം നമ്മൾ തുടങ്ങുകയാണെങ്കിലും നമ്മൾ ഇന്ന സമയത്ത് അത് തുടങ്ങും, അല്ലെങ്കിൽ തുറക്കും, ഇന്ന സമയത്ത് പൂട്ടും, ഇന്ന സമയത്ത് ഇൻ്റർവെൽ, ഇത് നമ്മൾ ആദ്യം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഷെഡ്യൂളിലായിരിക്കും അവിടെയുള്ള ജീവനക്കാർ വരിക. അപ്പോൾ ആ ജീവനക്കാർക്ക് അതിനുള്ള അർഹമായ പ്രതിഫലം നമ്മൾ കൊടുക്കുകയും വേണം. ഒരിക്കലും അവരുടെ കൂലി നമ്മൾ നീട്ടിവെക്കരുത്. അത് നമ്മൾ ചേർത്ത് വെക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. കാരണം ഈ ജോലിക്കാരൻ അവിടെ വരുന്നത് നമ്മുടെ ശമ്പളം പ്രതീക്ഷിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ലാഭം ഉണ്ടാക്കുമ്പോൾ
ആ സംരംഭകൻ ലാഭം ഉണ്ടാക്കുന്നതോടൊപ്പം ജീവനക്കാരനും സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഒരു നല്ല മനോഭാവം നമുക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അള്ളാഹു അത്തരം സംരംഭങ്ങൾ വിജയിപ്പിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മേഖലയിൽ എത്തിക്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു ബിസിനസ് മേഖലയിൽ തന്നെ നമ്മുടെ പീസ് റേഡിയോൻ്റെ പല എപ്പിസോഡുകൾ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഒരുപാട് നല്ല കച്ചവടക്കാർ നമ്മളെ പീസ് റേഡിയോയുമായിട്ട് സഹകരിച്ച് അവരുടെ വിജയ കഥകൾ എന്തൊക്കെയാണെന്നുള്ളത് പ്രേക്ഷകരായിട്ട് പലപ്പോഴായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള പല മേഖലയിലും ഇടപെടാൻ പീസ് റേഡിയോ സംവിധാനങ്ങൾക്ക് സാധിക്കാറുണ്ട്. ഇനിയും ഇൻഷാ അല്ലാഹ് അത് ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായിരുന്നാലും വളരെ നല്ലൊരു ചർച്ച. സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിതത്തിലൊക്കെ തന്നെ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ചില കാഴ്ചകൾ, അതിനുള്ള ഒരു സൊല്യൂഷൻ കൂടിയാണ് നമ്മൾ ഇന്നിവിടെ പറഞ്ഞു വെച്ചത്. അൽഹംദുലില്ലാഹ് നല്ല മേഖലയിൽ ഇടപെടാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെയൊക്കെ നല്ല ഹലാലായ സംരംഭങ്ങളാക്കി മാറ്റാനും ഹലാലായ മാർഗത്തിലൂടെ അത് നടത്താനും നിർവഹിക്കാനും അതിലേക്കുള്ള ഏണിങ്സ് നേടാനൊക്കെ നമുക്ക് സാധിക്കണം. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടും. അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.